വീണ്ടും ജോലി വാഗ്ദാന തട്ടിപ്പ്. ആരോഗ്യവകുപ്പിൽ ക്ലർക്ക് ജോലി വാഗ്ദാനം നൽകിയാണ് തട്ടിപ്പ്. അടൂർ സ്വദേശിനിയാണ് കബളിപ്പിച്ചത്. പ്രതികളായ ഇടപ്പോൺ സ്വദേശികളായ അയ്യപ്പദാസും മുരുകദാസും കൊല്ലം സ്വദേശി വിനോദ് ബാഹുലേൻ എന്നിവരെയും അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നു. സന്തോഷ്, എങ്ങനെയാണ് ഇവർ തട്ടിപ്പിന് കളമൊരുക്കിയത്? സിജി, ആരോഗ്യവകുപ്പിൽ വ്യാജ നിയമന വാഗ്ദാനം നൽകി പണം തട്ടിയെടുത്ത പ്രതികളെയാണ് ഇപ്പോൾ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊല്ലം സ്വദേശി വിനോദ് ബാഹുലേയൻ, അതുപോലെ തന്നെ പത്തനംതിട്ട സ്വദേശികളായ മുരുകദാസ്, അയ്യപ്പദാസ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അടൂർ സ്വദേശിനിയായ യുവതിയാണ് തട്ടിപ്പിന് ഇരയാക്കിയത്. ആരോഗ്യവകുപ്പിൽ നിയമനം വാഗ്ദാനം ചെയ്ത് 9 ലക്ഷം രൂപയാണ് പ്രതികൾ യുവതിയിൽ നിന്ന് തട്ടിയെടുത്തത്. യുവതിയുടെ ബന്ധുവിൽ നിന്നും സമാന രീതിയിൽ 10 ലക്ഷം രൂപയോളം പ്രതികൾ തട്ടിയെടുത്തായി ഈ കേസിൽ പറയുന്നു. കൊല്ലം സ്വദേശി വിനോദിന്റെ നേതൃത്വത്തിലായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത്. പത്തനംതിട്ട ഇടപ്പോൺ സ്വദേശികളായ സഹോദരങ്ങളുമായ മുരുകദാസും അയ്യപ്പദാസും ഈ വിനോദിനോടൊപ്പം ചേർന്നാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്. യുവതിയിൽ നിന്നും പണം തട്ടിയെടുത്ത ശേഷം വ്യാജ നിയമന ഉത്തരവും നൽകിയിരുന്നു. നിയമന ഉത്തരവ് പിന്നീട് ഇയാൾ തിരിച്ചു വാങ്ങിയതോടെയാണ് സംശയം തോന്നിയ യുവതി പോലീസിൽ പരാതി നൽകിയത്. കൂടുതൽ തട്ടിപ്പുകൾ പരാതി നൽകിയതോടെയാണ് കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു വന്നത്. 15ഓളം നിയമന തട്ടിപ്പുകളാണ് ഇവർ നടത്തിയിട്ടുള്ളതെന്ന് പോലീസ് പറയുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അടൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ മൂവരും പിടിയിലായത്. മറ്റൊരു കാര്യം, ഈ കൊല്ലം സ്വദേശി വിനോദ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJD സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ളതായും പോലീസ് പറയുന്നു. വിശ്വാസം പിടിച്ചുപറ്റാൻ പണം നൽകുന്നവരെ തിരുവനന്തപുരത്തും മറ്റ് സർക്കാർ ഓഫീസുകളിൽ ഉൾപ്പെടെ എത്തിച്ചാണ് തട്ടിപ്പിന് ആസൂത്രണം ചെയ്തത്. പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ നിന്ന് കൂടുതൽ പരാതികൾ വരുമെന്നാണ് പോലീസിന്റെ കണക്കൂട്ടൽ. ശരി സന്തോഷ്.